ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ കാലാവസ്ഥ നേരിയ രീതിയിൽ അനുകൂലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കനത്ത മഴ തുടരുകയായിരുന്നു അവിടെ. എന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററിൽ അവിടെ മേപ്പാടിയിൽ ഇറങ്ങാൻ കഴിഞ്ഞാൽ കുറച്ചു അധികം രക്ഷാപ്രവർത്തനം അവർ കാര്യമായി ചെയ്യാൻ കഴിയും. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുകയാണ്. ഈ കുത്തി ഒഴുകുന്ന ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടേക്കാണ് ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും എന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സമീർ ബിൻ കരീം, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എയർഫോഴ്സിൻ്റെ 2 എയർക്രാഫ്റ്റുകൾ 2 ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് തിരിക്കാൻ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കാലാവസ്ഥ പ്രയാസമായതുകൊണ്ട് തിരിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ MI-17 അവിടെ നിന്ന് തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ കൽപ്പറ്റയിൽ ലാൻഡ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ALH അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 കോപ്റ്ററുകളുടെ സഹായം ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ അവിടെ ലഭ്യമാകും. NDRFിൻ്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങി. അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങോട്ട് കടക്കാനുള്ള ചില പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സൈന്യം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുണ്ടക്കൈക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട്. നൂറുദ്ദീൻ ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. MLA ഉൾപ്പെടെ NDRFിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. NDRFിൻ്റെ രണ്ടാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ചത് ഏതാണ്ട് എറണാകുളത്തെത്തി. അവർ കുറഞ്ഞ നേരം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും. അതിന് പുറമെ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും 2 NDRF ടീമുകൾ കൂടി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. 4 NDRF ടീമുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഉച്ചയോടുകൂടി നമുക്ക് വയനാട്ടിൽ ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വിവിധ നിലവാരത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള NDRF ടീമുകളെ ഒന്നും ഇപ്പോൾ ഇളക്കിയിട്ടില്ല. കാരണം ആ ജില്ലകളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നാദാപുരത്ത് വിലങ്ങാട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ വാർത്തകൾ ലഭ്യമായിട്ടുണ്ട്. പീച്ചി ഡാം പൂർണ്ണമായിട്ടും ഇപ്പോൾ തുറന്നു. അപ്പോൾ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യിച്ചിട്ടുള്ള NDRF ടീമുകളെ ഒന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുതിയതായി 2 NDRF ടീമുകളെ കൂടി വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസാരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ അത്യാഹിതത്തിൻ്റെ വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് വരുന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വയനാട്ടിലെ മണ്ണിടിച്ചിൽ മൂലവും വെള്ളപ്പൊക്കം മൂലവും ദുരിതങ്ങളുണ്ടായ ജനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സങ്കടം അദ്ദേഹം അവരുമായി പങ്കുവയ്ക്കുന്നു. മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ ബന്ധപ്പെട്ടു. വയനാട്ടിൽ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുമായി കൈകോർക്കുമെന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ അറിയിക്കുന്നു. ദുഃഖിതരായ വയനാട്ടിലെ ജനങ്ങളോടുള്ള വിഷമം അദ്ദേഹം അവരുടെ സങ്കടത്തിൽ അദ്ദേഹം പങ്കുചേരുന്നു എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ വിധമായ സാധ്യമായ എല്ലാ സഹായങ്ങളും കേരളത്തിലെ വയനാട്ടിൽ അനുവദിക്കുമെന്ന് അദ്ദേഹം നരേന്ദ്രമോദി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ദുരിതത്തിൻ്റെയും മഴക്കെടുതിയുടെയും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലത്തും ഡാമുകൾ തുറക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷട്ടറുകൾ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തുറന്നു കഴിഞ്ഞു. വയനാട്ടിൽ തന്നെ 19 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ആദ്യം മുണ്ടകൈ ടൗണിലാണ് ഉരുൾപൊട്ടിയത്. ഇന്ന് വെളുപ്പിന് 1 മണി കഴിഞ്ഞ്. അത് ഇപ്പോൾ സമീർ ബിൻ കരീം നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. സമീർ, എന്താണ് താങ്കൾക്ക് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വാർത്ത? വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പങ്കുവെക്കാനുള്ള വിവരം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ കോയമ്പത്തൂരിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് വയനാട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഈ വയനാട്ടിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുകയും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും ഈ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തന രീതിയായിരിക്കും സ്വാഭാവികമായും ഈ സൈന്യം സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഈ ഭാഗത്തേക്ക് ഗതാഗതം അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർക്ക് പല ഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് നിലവിൽ ഈ എയർഫോഴ്സിന് ഹെലികോപ്റ്റർ കൂടി രക്ഷാപ്രവർത്തനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ NDRF സംഘം ഈ മുണ്ടക്കയിൽ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആർമി ടീമും കോഴിക്കോട് നിന്ന് ഈ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ സംഘങ്ങളെല്ലാം തന്നെ എത്തിപ്പെടുന്ന ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകരൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ. SKN. ഓക്കെ, സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. വയനാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേപ്പാടിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്ന വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ മുണ്ടകൈയും ചൂരൽ മലയും അല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ 19 പേർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ഈ മുണ്ടകൈ പ്രദേശത്തുണ്ട്. മുണ്ടകൈയിൽ നിന്നുള്ള ഏറ്റവും അവസാന വിവരങ്ങളുമായി സുർജിത്ത് ചേരുന്നു. സുർജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? ദുരിതത്തിൻ്റെ വ്യാപ്തി കൂടുന്നു എന്നാണോ നമ്മളവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുന്നുണ്ട്, ഉറപ്പായുണ്ട്. കാരണം മൃതദേഹങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വെള്ളാർമല സ്കൂൾ, തകർന്നു പോയ വെള്ളാർമല സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ മാത്രമല്ല, മുണ്ടക്കൈയിലാണ് ഏറ്റവും കൂടുതൽ വലിയ അളവിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഈ NDRF ഇപ്പോൾ എത്തിയുള്ളൂ. അവിടെ എത്രത്തോളം ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തത വരേണ്ടതുണ്ട്. വീടുകൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്ന വിവരമാണ് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അവിടേക്ക് കൃത്യമായ രീതിയിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളുമായി NDRF അടക്കമുള്ള സംഘം എത്തിയത് അല്പസമയം മുമ്പാണ്. ഇവിടെ പുഴ വഴി മാറി ഒഴുകുന്ന അവസ്ഥയാണ്. കൂറ്റൻ പാറകളാണ് വന്നടിഞ്ഞിരിക്കുന്നത്. ഈ തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിലൂടെയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി ഇവിടെ മൊത്തം ചിതറിത്തുടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇടയ്ക്ക് മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട്. നിലവിൽ 19 പേർ മരിച്ചു എന്നുള്ള തരത്തിലാണ് അനൌദ്യോഗിക കണക്കുകൾ. അത് കൃത്യമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ലഭിച്ച മൃതദേഹങ്ങൾ. അതിന് ഔദ്യോഗികമായ കണക്കല്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന മൃതദേഹങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ 19 എന്നുള്ള തരത്തിലുള്ള സംഖ്യയായിട്ടാണ് കാണുന്നത്. എന്തായാലും അത് ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകളെല്ലാം പറയുന്നത്. അത്രമാത്രം ജനങ്ങൾ പാർത്തിരുന്ന പ്രദേശമാണിത്. ആ വീടുകളാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ചില വീടുകൾ കാണാൻ തന്നെ ഇല്ല, റോഡ് കാണാനില്ല. എല്ലാം ഒരു കൂമ്പാരമായി അവശേഷിക്കുന്ന നിലവിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത്രമാത്രം വലിയ വ്യാപ്തിയുള്ള ദുരന്തമായി ഒരുപക്ഷെ കേരളം കണ്ടതിൽ ഏറ്റവും ഭീതിതമായ, ഏറ്റവും ഭയാനകമായ ദുരന്തമായി ഈ ഇടം മാറിയിട്ടുണ്ട്. 2019 പുത്തുമല ദുരന്തമാണ്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അന്ന് 17 പേരാണ് മരിച്ചത്. 5 മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ദുരന്തത്തിന്റെ പിന്നാലെ, ആ ദുരന്തം ഇവിടെ ഓർമ്മിപ്പിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരുന്നു. ഇന്നലെ വരുമ്പോൾ പോലും ആളുകൾ അത് പങ്കുവച്ചിരുന്നു. പുത്തുമലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും പങ്കുവച്ചിരുന്നു. ഈ നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം തന്നെ, ഇന്നലെ സംസാരിച്ച ആളുകളെല്ലാം തന്നെ ഈ പുഴയോരത്തുള്ള ആളുകളാണ്. അവരുടെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പലരും ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ഒരു അവസ്ഥയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. മാത്രമല്ല, ഇവിടെ തിരച്ചിൽ വളരെ സജീവമായ രീതിയിൽ നടക്കുന്നുണ്ട്. വലിയ ഒരു കൂമ്പാരമാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ട്